الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്രമങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് നമസ്കാരം. ആ നമസ്കാരം സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിർബന്ധമാക്കിയ ഒന്നാണ് വുദൂ. ഇത് പല ആളുകൾക്കും ആ വുദൂഹിന്റെ മഹത്വമോ പ്രാധാന്യമോ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിച്ച ഈ മഹത്തായ കർമ്മത്തിന്റെ പ്രതിഫലം മനസ്സിലാക്കാതെ യാന്ത്രികമായി ഓരോ നമസ്കാര സമയങ്ങളിലും വുദൂ എടുക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകൾ. ഞാൻ എടുക്കുന്ന ഈ വുദൂ എന്ന കർമ്മത്തിന്റെ പ്രത്യേകത എന്താണ്, അതിലൂടെ എന്റെ റബ്ബ് എനിക്ക് നൽകുന്ന പ്രതിഫലം എന്താണെന്ന് പോലും ചിന്തിക്കാതെ ഓരോ നമസ്കാര സമയങ്ങളിലും അങ്ങനെ യാന്ത്രികമായി വുദൂ എടുക്കുന്ന ആളുകൾ. ഇത് വളരെ പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വുദൂ എന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രവർത്തനമാണെന്ന് വിചാരിക്കും. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവും ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയുന്നത്. നോക്കൂ, മിഫ്താഹുൽ ജന്നത്തി അസ്സലാത്ത്, സ്വർഗ്ഗത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് നമസ്കാരമാണ്. 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങൾ കൃത്യമായി ജമാഅത്തോടു കൂടി നിർവഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ സ്വർഗം നമസ്കാരം കൊണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. ആ നമസ്കരിക്കുന്നവർക്ക് സ്വർഗമുള്ളൂ. അതിന്റെ കൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വമിഫ്താഹുസ് സ്വലാത്തി അൽ വുദൂ, നമസ്കാരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് വുദൂ ആണ്. ആ വുദൂ കൃത്യമായിട്ടില്ല എങ്കിൽ അവന് നമസ്കാരമില്ല. ആ വുദൂ കൃത്യമായിട്ട് എടുത്ത ആളുകൾക്ക് മാത്രമേ നമസ്കാരത്തിന്റെ പൂട്ട്, ആ ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ കൃത്യമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വുദൂഇനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാത്ത്, നിങ്ങൾ നമസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത്, നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായി കൊണ്ട് നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൈ ഒട്ടുവരെ നിങ്ങൾ കഴുകേണ്ടതുണ്ട്. നിങ്ങളുടെ തല നിങ്ങൾ തടവണം. അതുപോലെ തന്നെ നെരിയാണി വരെ നിങ്ങളുടെ കാല് കൃത്യമായി നിങ്ങൾ കഴുകണം. വിശുദ്ധ ഖുർആൻ വുദൂഇന്റെ പൂർണ്ണമായ രൂപം നമ്മെ പഠിപ്പിക്കുന്നില്ല. ആ വുദൂഇനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് മുഖം, അതുപോലെ തന്നെ കൈകൾ, തല, കാലുകൾ എന്നീ അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കാനാണ്. പക്ഷെ അതിന്റെ വിശദമായ കൃത്യമായ രൂപം പഠിപ്പിക്കപ്പെട്ടത് ഹദീസുകളിലൂടെയാണ്. വുദൂഇനെ സംബന്ധിച്ച് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം, നേരത്തെ പറഞ്ഞ പലരും യാന്ത്രികമായിട്ടാണ് വുദൂ ചെയ്യുന്നത്. പലരുടെയും വുദൂ ശരിയാകുന്നില്ല. മുഖം കൃത്യമായി നനയുന്നില്ല, താടികൾക്കുള്ളിലേക്ക് വെള്ളം പ്രവേശിപ്പിക്കുന്നില്ല, കൃത്യമായി നനക്കുന്നില്ല, തല മുഴുവൻ കൃത്യമായി തടവുന്നില്ല. അതുപോലെ തന്നെ ബാക്കി നമ്മൾ കഴുകേണ്ട ഭാഗങ്ങളൊന്നും കൃത്യമായിട്ട് കഴുകുന്നില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ തവദ്ദഅത ഫഖല്ലിൽ ബൈന അസാബിഇ യദൈക വരിജ്ലൈക, നീ വുദൂ എടുത്താൽ നിന്റെ കൈകാലുകളുടെ വിരലുകൾക്കിടയിലൂടെ നീ കൃത്യമായി ആ വുദൂഹിന്റെ വെള്ളത്തെ നീ പ്രവേശിപ്പിക്കണം. അതല്ല എങ്കിൽ വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, വുദൂ ചെയ്യുന്ന സമയത്ത് നനയാത്ത മടമ്പുകാലുകൾക്ക് നരകമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ വൃത്തി നമ്മൾ കൃത്യമായി എടുക്കേണ്ടതുണ്ട്. ലാ തുഖ്ബലു സലാത്തൻ ബിഗൈരി തുഹൂർ, വുദൂ കൃത്യമായി എടുത്തിട്ടില്ലെങ്കിൽ
നമസ്കാരം സ്വീകരിക്കുന്നതല്ല. ലാ സ്വലാത്ത ലിമൻ ലാ വുദൂഅ ലഹു, വുദൂ ഇല്ലാത്തവന് നമസ്കാരമില്ല. അപ്പൊ ആ വുദൂ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. 5 നേരത്തെ നമസ്കാരത്തെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചില്ലേ? ഒരാൾ കൃത്യമായി 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നത് 5 നേരം ഒരു പുഴയിൽ നിന്ന് കുളിക്കുന്നത് പോലെയാണ്. കാരണം എന്താ? ഒരാൾ 5 നേരം ഒരു പുഴയിൽ നിന്ന് കുളിക്കുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അഴുക്കൊന്നും ഉണ്ടാവില്ല. അതുപോലെ ളുഹറിനും അസ്റിനും മഗ്രിബിനും ഇശാഇനും സുബ്ഹിക്കും കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ വുദൂ എടുക്കുമ്പോ നമ്മുടെ ശരീരത്തിലുമാകട്ടെ മനസ്സിലുമാകട്ടെ ഒരു കറയും ഉണ്ടാവില്ല, ഒരു പാപവും ഉണ്ടാവില്ല. അവനെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ വുദൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ പഠിപ്പിച്ചത് അത്ത്ഹൂറു ശത്റുൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ പകുതിയാണ്. വുദൂ എടുക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ വീടും പരിസരവും, നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസാകട്ടെ, നമ്മുടെ പരിസര പ്രദേശങ്ങളാകട്ടെ, നമ്മുടെ ശരീരമാകട്ടെ, അത്ത്ഹൂറു ശത്റുൽ ഈമാൻ, വൃത്തി ഈമാനിന്റെ പകുതിയാണെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. അത്തരം വൃത്തിയുള്ള ആളുകളെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, വൃത്തിയുള്ള ആളുകളെ മാത്രമാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. വുദൂഇന്റെ വിഷയത്തിൽ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, കൃത്യമായി നമ്മൾ വുദൂ എടുക്കുക, നനയേണ്ട ഭാഗങ്ങൾ കൃത്യമായി നനയ്ക്കുക. വുദൂഇന്റെ വെള്ളം പ്രവേശിപ്പിക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായി വെള്ളം പ്രവേശിപ്പിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന ബോധവും ബോധ്യവും നമുക്ക് ശരിക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതിൽ രണ്ടാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയം, പല പള്ളികളിലും നമ്മൾ കാണാറുണ്ട്, വുദൂ എടുക്കുന്ന സമയത്തൊക്കെ സിസ്റ്റൊക്കെ പോയി ടാപ്പിൽ നിന്നാണ് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരാൾക്ക് വുദൂ എടുക്കാനുള്ള വെള്ളം എത്ര മതി? കുറച്ച് മാത്രം മതി. എടുത്തൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു അറബി പൗരൻ ഒരു ചെറിയൊരു ഗ്ലാസ് വെള്ളം കൊണ്ട് മുഴുവനായി വുദൂ എടുത്ത് ചെയ്ത് കാണിച്ചു തരുന്ന വല്ലാത്തൊരു വീഡിയോ. നമ്മളൊക്കെ 10 ആളുകൾക്ക് വുദൂ എടുക്കാനുള്ള വെള്ളമാണ് ഒരാൾ ഉപയോഗിക്കുന്നത്. കാണിക്കുന്ന, ദൂർത്തടിക്കുന്ന, അമിതമായി എന്തും ഉപയോഗിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. നോക്കൂ, വമറ അലാ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലൂടെ പ്രവാചകൻ കടന്നു പോവുകയാണ്. അദ്ദേഹം വുദൂ ചെയ്യുന്നുണ്ട്. ഫഖാല ലഹു, അദ്ദേഹത്തോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തുസ്രിഫ് ഫിൽ മാ, വെള്ളത്തിന്റെ കാര്യത്തിൽ നീ ദൂർത്ത് കാണിക്കരുത്. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നുണ്ട്, വഹൽ ഫിൽ മാഇ മിൻ ഇസ്റാഫ്, റസൂലേ വെള്ളത്തിന്റെ കാര്യത്തിലും ഇസ്റാഫ് ഉണ്ടോ, ദൂർത്തുണ്ടോ? അത് അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമല്ലേ, ഒരുപാട് വെള്ളമുണ്ടല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഒഴുകുന്ന പുഴയിൽ നിന്നാണെങ്കിൽ നീ വെള്ളം മിതമായി ഉപയോഗിക്കണം. ആ വാക്യം എത്ര പ്രാധാന്യമുണ്ടെന്ന് നോക്കൂ സഹോദരങ്ങളെ. കിണറ്റിൽ ഒരുപാട് വെള്ളമുണ്ട്, പുഴയിൽ ഒരുപാട് വെള്ളമുണ്ട്, സമുദ്രത്തിൽ ഒരുപാട് വെള്ളമുണ്ട്. അതിൽ നിന്ന് നീ ഉപയോഗിക്കുകയാണെങ്കിലും നീ മിതത്വം സ്വീകരിക്കണം, മിതമായി നീ ഉപയോഗിക്കാൻ പഠിക്കണം. അത് നമുക്ക് നൽകുന്ന വല്ലാത്തൊരു അറിവുണ്ട്. എന്താണെന്നറിയോ? പല ആളുകളും പൊതുമുതൽ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഈ വെള്ളത്തിന്റെ കാര്യത്തിലാകട്ടെ, മറ്റുള്ള വിഷയങ്ങളിലാകട്ടെ, അവരവരുടെ വീട്ടിലാണെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി കൃത്യമായി നോക്കുന്നവരുണ്ട്, ഫാൻ കൃത്യമായ സമയത്ത് ലിമിറ്റായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, AC ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എല്ലാത്തിനും ലിമിറ്റ് അവരവന്റേതാണ്. പക്ഷേ പൊതുമുതൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ, അത് പള്ളികളിലെ ഫാൻ ആകട്ടെ, AC ആകട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ടിഷ്യൂ പേപ്പർ ആകട്ടെ, അതൊക്കെ ഇങ്ങനെ വാരി വലിച്ച് ഉപയോഗിക്കും. പൊതുമുതലാണ്, അവനവന്റെ മുതലല്ല.
അതിന് വല്ലാത്തൊരു ആഗ്രഹവും അത്യാഗ്രഹവുമായിരിക്കും. പക്ഷെ സ്വന്തം മുതൽ പോക്കറ്റിൽ നിന്ന് എടുക്കാനും അത് നശിപ്പിക്കാനും അവർ തയ്യാറാവുകയില്ല. അത് അവർ മാത്രമല്ല, ഒരു പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണെങ്കിൽ, ഒരു നാടിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണെങ്കിൽ, ഒരു ജില്ലയുടെ, ഒരു സ്റ്റേറ്റിന്റെ, ഒരു രാജ്യത്തിന്റെ ആർക്കാണോ അല്ലാഹു ഈ ദുനിയാവിൽ പദവി നൽകി അനുഗ്രഹിക്കുന്നത്, ആ പദവി എങ്ങാനും അവർ ദുരുപയോഗം ചെയ്താൽ കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് അല്ലാഹു അവരോട് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. എല്ലാവരും കൂടെയുള്ള മുതലാണ് പൊതുമുതൽ എന്ന് പറയുന്നത്. അത് അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നോക്കൂ, പിഞ്ചുകാരനായിരുന്ന ഉസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സകാത്തിന്റേതായി കൂട്ടിയിട്ടിരിക്കുന്ന കാരക്ക കൂമ്പാരത്തിൽ നിന്ന് ഒരു കാരക്ക വായിലിട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വായിൽ നിന്ന് എടുത്തു മാറ്റി. എന്താ? അത് പൊതുമുതലാണ്. അത്രക്ക് പേടിച്ചിരുന്നു അവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കിയാൽ, സഹാബത്തിന്റെ ജീവിതം നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. നോക്കൂ, ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് അദ്ദേഹം ഭരണം നടത്തിയ സമയത്ത് അദ്ദേഹം വിളക്ക് കത്തിച്ച് രാത്രി പ്രജകളുടെ പരാതികളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ രേഖകൾ പരിശോധിക്കുക പതിവാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സേവകൻ റൂമിലേക്ക് കടന്നു വന്നു. അപ്പോ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ആ വിളക്കണക്കുക, എന്നിട്ട് നിന്റെ കാര്യം പറയുക. ഇത് പൊതുമുതലാണ്, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിളക്ക് കത്തിക്കുന്നത്. മറ്റുള്ള ആളുകളുടെ രേഖകൾ നോക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് ഞാൻ ഈ സമയം മാറ്റിവെക്കുന്നതെങ്കിൽ ആ വിളക്ക്, ആ തീ, അതിനു വേണ്ടി മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. നിനക്ക് പേഴ്സണലായിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ വിളക്ക് ഊതിക്കൊണ്ട് നീ പറയുക. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചു. സ്വന്തം കാര്യത്തിന്റെ ആ പ്രകാശം അവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിന് റബ്ബിനോട് ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. അത് പൊതുമുതൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന മേഖലയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മൾ വെള്ളം അത് മിതമായി ഉപയോഗിക്കുക. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പുഴയിൽ നിന്നാണെങ്കിലും നീ മിതത്വം പാലിക്കുക. നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകനും പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വുളൂ എടുക്കുകയാണെങ്കിൽ അവർക്കുള്ള പ്രതിഫലം ഒരുപാടുണ്ട്. ഒരു ഹദീസിൽ കാണാം, മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ, ഒരാൾ വുളൂ എടുത്തു, ആ വുളൂഹിനെ അവൻ നന്നാക്കുകയും ചെയ്തു, ഖറജത് ഖതായാഉ മിൻ ജസദിഹി ഹത്താ തഖറുജ മിൻ തഹ്തി അദ്ഫാരിഹി, അതിലൂടെ അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ആ നഖങ്ങൾക്കിടയിലൂടെ പോലും പുറത്തേക്ക് വരുന്ന വെള്ളത്തിലൂടെ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തേക്ക് കളയും. നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ, നമ്മൾ വുളൂ എടുക്കുന്ന സമയത്ത് ആ വുളൂയിലൂടെ എന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നുണ്ട്? അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം, ഇദാ തവദ്ദഅൽ അബ്ദുൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ വുളൂ എടുക്കുകയാണ്, ഫഗസല വജ്ഹഹു ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതീഅത്തിൻ നബറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാഅ, അവൻ മുഖം കഴുകുന്ന സമയത്ത് അവന്റെ മുഖം കൊണ്ട് എവിടേക്കാണ് അവൻ നോക്കിയത്, അവന്റെ മുഖത്ത് ഉള്ള അവയവങ്ങൾ കൊണ്ട് എന്ത് തിന്മയാണോ അവൻ ചെയ്തത്, നാവ് കൊണ്ട് അവൻ എന്താണോ സംസാരിച്ചത്, ചെവി കൊണ്ട് എന്താണോ അവൻ കേട്ടത്, കണ്ണ് കൊണ്ട് എന്താണോ അവൻ കണ്ടത്, അതെല്ലാം മുഖം കഴുകുന്നതിലൂടെ അല്ലാഹു അവന്റെ പാപങ്ങളെ പുറത്തു കൊടുക്കും. ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇന്ന് ജുമുഅക്ക് നമ്മൾ കയറി എടുത്തു, ഞാൻ മുഖം കഴുകുന്നതിലൂടെ എന്റെ പാപങ്ങൾ റബ്ബിലേക്ക് പുറത്തു തരുന്നുണ്ട് എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ കൊടുത്തവരുണ്ടോ? അതുപോലെ തന്നെ فإذا غسل يديه خرج من يديه كل خطيئة كان قد شتها يداه مع الماء, ഓടുന്ന സമയത്ത് കൈകൾ കഴുകുമ്പോ ആ കൈകൾ കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. فإذا غسل رجليه خرجت كل خطيئة مشت رجلاه مع الماء, ഇനി കാല് കഴുകുന്ന സമയത്ത് കാലുകൊണ്ട് ഏത് തിന്മയാണോ അവൻ ചെയ്തത്, ഏത് തിന്മ
എവിടേക്കാണോ അവൻ ഓടിയെടുത്തത്, നടന്നെടുത്തത്, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കാല് കഴുകുന്നതിലൂടെ, കൈ കഴുകുന്നതിലൂടെ പുറത്തു കൊടുക്കും. ചെറിയ കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഒരുപാട് മഹത്വമുള്ള, ഒരുപാട് പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യമാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, അവസാന ജലതുള്ളിയോടൊപ്പം അവന്റെ പാപങ്ങളെ അല്ലാഹു മായ്ച്ചു കളയും. ഉടുക്കുമ്പോ ഓരോ അവയവങ്ങൾ കഴുകുമ്പോ നിലത്തേക്ക് വീഴുന്ന തുള്ളികളിലൂടെ നമ്മുടെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അതുപോലെ തന്നെ ഉദൂഹിന്റെ പ്രത്യേകതയായി കൊണ്ട് പറഞ്ഞു, ഇന്ന ഉമ്മത്തി യുദ്അൗന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലീന മിൻ ആഥാരിൽ ഉദൂ. എന്റെ ഉമ്മത്തികൾ ഖിയാമത്ത് നാളിൽ ഉദൂഹിന്റെ അടയാളത്തിനാൽ കൈകാലുകൾ വെളുത്തവരായി കൊണ്ട് പ്രകാശിച്ചുകൊണ്ട് അവർ നാളെ കടന്നു വരും. ഉദൂഇന്റെ വെള്ളം തട്ടുന്ന ഭാഗങ്ങളിലെല്ലാം ആഭരണങ്ങൾ അണിയിക്കപ്പെടും, പ്രകാശപൂരിതമാകും. അങ്ങനെയാണ് എന്റെ ഉമ്മത്ത് അറിയപ്പെടുക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഉദൂഹിന്റെ മറ്റൊരു പ്രാധാന്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഗളബ മിനശ് ശൈത്വാൻ. ദേഷ്യം എന്നുള്ളത് പിശാചിൽ നിന്നാണ്. എന്നാൽ ആ പിശാചാകട്ടെ സൃഷ്ടിക്കപ്പെട്ടത് തീയിൽ നിന്നാണ്, നാറിൽ നിന്നാണ്. ഒരു തീയിനെ നമ്മൾ അണക്കുന്നത്, കെടുത്തുന്നത് വെള്ളം കൊണ്ടാണ്. തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട പിശാച് മുഖേന നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നിയാൽ നിങ്ങൾ ഒപ്പുകൊടുക്കുക. നമ്മുടെ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് എന്താ റസൂൽ പറഞ്ഞത്? ആ തീയിനെ, പിശാചിനെ അണക്കാൻ ആ അത്രയും പവർ ഉണ്ടെന്നാ പറഞ്ഞത്. ആ ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മാമിൻ മുസ്ലിമിൻ യബീതു അലാ ദിക്രില്ലാഹി ത്വാഹിറൻ. ഒരാൾ എടുത്തു രാത്രി അതല്ലെങ്കിൽ പകൽ സമയത്ത് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവൻ കഴിച്ചുകൂട്ടി. ഫയസ്അലുല്ലാഹു ഖൈറൻ മിൻ അംരി ദുനിയ വൽ ആഖിറ. ദുനിയാവികമായിട്ടും പാരത്രികമായിട്ടും അവൻ എന്ത് കാര്യം റബ്ബിനോട് ചോദിച്ചാലും ഇല്ലാ അഅതാഹു ഇയ്യാഹു, അല്ലാഹു അത് നൽകാതിരിക്കില്ല. അല്ലാഹുവിനെ ആരാധിച്ച് ഇബാദത്ത് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ, ദുനിയാവിലെ ആവശ്യങ്ങളാകട്ടെ പരലോകത്തെ ആവശ്യങ്ങളാകട്ടെ, നമ്മൾ റബ്ബിനോട് ചോദിച്ചാൽ അത് അല്ലാഹു നൽകാതിരിക്കില്ല. അതുപോലെ തന്നെ റളിയല്ലാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇദാ അതൈത മർജഅക, ബറാഅനി, നിന്റെ വിരിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ രാത്രി സമയം, നമസ്കാരത്തിൽ എന്ന പോലെ നീ ഒന്നു കൊടുക്കണം. നമസ്കാരത്തിന് ഏത് രൂപത്തിലാണ് നീ ഒന്നു കൊടുക്കുന്നത്, അതേ രൂപത്തിൽ നീ ഒന്നു കൊടുക്കണം. എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആയത്തുൽ കുർസി, ആമന റസൂലു, ബിസ്മിക റബ്ബി വദഅതു, ഒരുപാട് ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ പ്രവാചകൻ നമ്മളോട് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനമായി മുന്നേ നമ്മൾ ഖുതുബയിൽ സൂചിപ്പിച്ച പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഫവ്വദ്തു അംരി ഇലൈക് വഅൽജഅതു വജ്ഹി ഇലൈക് റഹ്ബതൻ വറഹ്ബതൻ ഇലൈക് ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക് ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. ഈ പ്രാർത്ഥനയോട് കൂടിയിട്ടായിരിക്കണം നീ ഉറങ്ങേണ്ടത്. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ നിന്റെ ഭാര്യയോട് പോലും നീ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ നീ മരണപ്പെട്ടാൽ നീ സ്വർഗത്തിലാണ്. ശുദ്ധ പ്രകൃതിയോട് കൂടിയിട്ടാണ് നീ മരണപ്പെടുന്നത്. അതിനൊരു പ്രത്യേകത പഠിപ്പിച്ചു. ആദ്യം ഉപ്പ് കൊടുക്കണം. നമ്മൾ എങ്ങനെ കിടക്കാറുള്ളത്? ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് ഭക്ഷണം കഴിച്ച് നേരെ ബെഡിലേക്ക് പോയി ഒറ്റ കിടത്താം. ആരെങ്കിലും ദിക്റും ദുആ ചെയ്യാറുണ്ടോ? അവസാനം ഈ പ്രാർത്ഥനയാകാറുണ്ടോ? റളിയല്ലാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ഈ പ്രാർത്ഥനയായിരിക്കണം അവസാനത്തെ നമ്മുടെ വാക്കുകൾ. അതിനുശേഷം കാമ ഒരു അക്ഷരം നമ്മൾ ഉണ്ടാൻ പാടില്ല. എന്നാലുള്ള പ്രതിഫലം എന്താ?
ശുദ്ധ പ്രകൃതിയോടുകൂടി മരണപ്പെടും, സ്വർഗത്തിലേക്കായിരിക്കും. ഇനിയും ഒരുപാട് പ്രാധാന്യവും പ്രത്യേകതയും പറയുന്ന ഹദീസുകളുണ്ട് വുദൂഇനെ കുറിച്ച്. ആ പ്രത്യേകതയോടുകൂടി പ്രാധാന്യത്തോടുകൂടി സഹോദരങ്ങളെ നമ്മളത് നിർവഹിക്കുമ്പോഴാണ് അതിന്റെ പരിപൂർണ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ കർമ്മം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വുദൂഇന്റെ പ്രത്യേകതയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിന് കൂടെ നമ്മൾ ചേർത്തു മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അത്രയും പ്രാധാന്യത്തോടു കൂടി പഠിപ്പിക്കപ്പെട്ട വുദൂഹ് നമ്മൾ എടുക്കുമ്പോൾ അതിനുശേഷം നല്ലൊരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മാ മിൻ അഹദികും യതവദ്ദഉ ഫയഹ്സിനുൽ വുദൂഅ, നിങ്ങളിൽ ആരെങ്കിലും വുദൂ എടുത്തു, ആ വുദൂഇനെ നന്നാക്കുകയും ചെയ്തു, ثم يقول, പിന്നെ അവൻ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ. തൗഹീദിന്റെ ആശയമുള്ള വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ദൈവമില്ല, ആരാധ്യനില്ല, വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല, വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, അടിമയാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ, പശ്ചാത്തപിക്കുന്ന ശുദ്ധിയുള്ള ആളുകളിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥന അറിയാത്തവരായി ആരുമില്ല. എല്ലാവർക്കും ആ പ്രാർത്ഥന കാണാപാടറിയാം, പക്ഷേ അത് ചൊല്ലാൻ നമ്മൾ മറക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകതയും പ്രതിഫലവും പ്രാധാന്യവും അത്രത്തോളമായതുകൊണ്ട് പിശാചി നമ്മെ മറപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പല പള്ളികളിൽ വുദൂ എടുക്കുന്ന ഭാഗത്ത് വുദൂഇന് ശേഷമുള്ള പ്രാർത്ഥന എന്ന് എഴുതിയിട്ടുള്ളത്. ആ പ്രാർത്ഥന ചൊല്ലിയാൽ എന്താ? ഇല്ലാ ഫുത്തിഹത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ, സ്വർഗ്ഗലോകത്തിന്റെ 8 കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടും. ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്ന വിഷയത്തിലാണ് പിശാചി നമ്മെ വഴിപഴിപ്പിക്കുക. അതെങ്ങനെയാണ്? അപ്പൊ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അല്ലാഹു നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ നൽകുന്നുവെങ്കിൽ അത് പിശാചി നമ്മെ മറപ്പിക്കും. നമ്മളെന്നെ ചിന്തിക്കുക, ഇന്ന് എത്ര ആളുകൾ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്? വുദൂഇന് ശേഷം ചൊല്ലി എത്ര ആളുകളുണ്ട്? മാത്രമല്ല, യദ്ഖുലു മിൻ അയ്യുഹാ ശാ, അവൻ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ, അവൻ ഇഷ്ടമുള്ള കവാടത്തിലൂടെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകും. പക്ഷെ ആ പ്രാർത്ഥന നമ്മൾ അർത്ഥമറിഞ്ഞ് മനസ്സറിഞ്ഞ് വുദൂഇന് ശേഷം നമ്മൾ ചൊല്ലിക്കൊണ്ടായിരിക്കണം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണ കൊടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോപം, ദേഷ്യം അടക്കാൻ വുദൂ ചെയ്യാൻ വലിയ തവല്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതിനുശേഷം ഒക്കെ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഈ പ്രതിഫലമാണ് സഹോദരങ്ങളെ നമ്മളെ കാത്തിരിക്കുന്നത്. സ്വർഗത്തിന്റെ കവാടത്തിലൂടെ, ഏത് കവാടത്തിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം, തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വുദൂ കാരണത്താൽ നാളെ പ്രകാശം കൊണ്ട് അല്ലാഹു അലങ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത മുഴുവൻ സൽക്രമങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ, തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آل محمد. آمين آمين برحمتك يا أرحم